ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ ഏറെ പ്രതീക്ഷയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര സർക്കാരിനോടും ദേശീയ പരീക്ഷാ ഏജൻസിയോടും റിപ്പോർട്ട് തേടി സുപ്രീംകോടതി. ജമ്മുകശ്മീരിൽ ഭീകരാക്രമണത്തിൽ 5 സൈനികർക്ക് വീരമൃത്യു. തദ്ദേശ വാർഡ് വിഭജന ബില്ലിൽ ഒപ്പുവെച്ച് കേരള ഗവർണർ. മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും അതിതീവ്ര മഴ, അസമിലും പ്രളയക്കെടുതി തുടരുന്നു. പാരീസ് ഒളിമ്പിക്സിൽ PV സിന്ധുവും ശരത് കമലും ഇന്ത്യൻ പതാകയേന്തും. ഇന്ത്യൻ സംഘത്തെ ഷൂട്ടിംഗ് താരം ഗഗൻ നാരംഗ് നയിക്കും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. റഷ്യൻ പ്രസിഡന്റ് ഒരുക്കിയ അത്താഴ വിരുന്നിലും അദ്ദേഹം സംബന്ധിച്ചു. ഇന്ന് നടക്കുന്ന 22ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയെ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് ശ്രീ നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രതിരോധം, വ്യാപാരം, നിക്ഷേപം, ഊർജ്ജ സഹകരണം, വിദ്യാഭ്യാസം തുടങ്ങിയ ഉഭയകക്ഷി വിഷയങ്ങൾ ഉച്ചകോടി ചർച്ച ചെയ്യും. ബ്രിക്സ്, SCO, G20, കിഴക്കൻ ഏഷ്യ ഉച്ചകോടി, UN തുടങ്ങിയവ നടത്തുന്ന ഉഭയകക്ഷി ഇടപെടലുകളുടെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തും. റഷ്യയിലെ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി ഇന്ന് സംവദിക്കും. 3 ദിവസത്തെ റഷ്യ ഓസ്ട്രിയ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്നലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോസ്കോയിലെത്തിയത്. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ ഓസ്ട്രിയയിലെത്തുന്ന പ്രധാനമന്ത്രി ഓസ്ട്രിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വാൻഡർ ബെലനുമായും ചാൻസലർ കാൾ നെഹ്മറുമായും കൂടിക്കാഴ്ച നടത്തും. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര സർക്കാരിനോടും ദേശീയ പരീക്ഷാ ഏജൻസിയോടും നാളെ വൈകിട്ട് 5 മണിക്ക് മുൻപ് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ച് സുപ്രീംകോടതി. CBI അന്വേഷണം പുരോഗതി സംബന്ധിച്ച റിപ്പോർട്ട് നൽകാനും പരമോന്നത കോടതി നിർദ്ദേശം നൽകി. നീറ്റ് UG പരീക്ഷയിൽ ക്രമക്കേടുകൾ ആരോപിച്ച് സമർപ്പിച്ച ഹർജികളിൽ ഇന്നലെ വാദം കേൾക്കുകയായിരുന്നു സുപ്രീംകോടതി. പരീക്ഷ റദ്ദാക്കുന്നത് ഏറ്റവും അവസാനത്തെ മാർഗമാണെന്ന് കോടതി വ്യക്തമാക്കി. പരീക്ഷയുടെ പവിത്രത ഹനിക്കപ്പെട്ടു എന്ന വസ്തുതയിൽ സംശയമില്ലെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. എന്നിരുന്നാലും വീണ്ടും പരീക്ഷയ്ക്ക് ഉത്തരവിടുന്നതിനു മുൻപ് ചോർച്ചയുടെ വ്യാപ്തി അറിയേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹർജികളിൽ വാദം കേൾക്കുന്നത് വ്യാഴാഴ്ച തുടരും. സ്ത്രീകളുടെ ആർത്തവ അവധി സംബന്ധിച്ച് സംസ്ഥാനങ്ങളുമായും മറ്റ് കക്ഷികളുമായും ചർച്ച ചെയ്ത് നയരൂപീകരണം നടത്താൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ച് സുപ്രീംകോടതി. ആർത്തവ അവധി നയം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി പരിഗണിക്കവെയാണ് നിർദ്ദേശം. ഇത് കോടതികൾ പരിശോധിക്കേണ്ട വിഷയമല്ലെന്ന് വ്യക്തമാക്കിയ പരമോന്നത കോടതി ആർത്തവ അവധി അനുവദിക്കുന്നത് സംബന്ധിച്ച കോടതി വിധി സ്ത്രീകളെ പ്രതികൂലമായി ബാധിച്ചേക്കാമെന്നും നിരീക്ഷിച്ചു. ജമ്മുകശ്മീരിലെ കത്വ ജില്ലയിലുണ്ടായ ഭീകരാക്രമണത്തിൽ 5 സൈനികർക്ക് വീരമൃത്യു. പരിക്കേറ്റ സൈനികരെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ബില്ലവാറിലെ ആശുപത്രിയിലേക്ക് മാറ്റി. മച്ചേടി കിൻലി മൽഹാർ റോഡിൽ പതിവ് പട്രോളിംഗ് നടത്തുകയായിരുന്ന സൈനിക വാഹനത്തിനു നേരെ ഗ്രനേഡ് എറിഞ്ഞ ശേഷം ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. സുരക്ഷാസേന തിരിച്ചടിച്ചെങ്കിലും ഭീകരർ സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. ആക്രമണം നടന്ന പ്രദേശത്ത് തിരച്ചിലിനായി കൂടുതൽ സൈനികരെ വിന്യസിച്ചു. സംബന്ധിച്ച ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്നലെ നിയമസഭയിൽ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. പ്രതിപക്ഷത്തു നിന്ന് അനൂപ് ജേക്കബാണ് വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത്. ജലജീവൻ പദ്ധതിയിലൂടെ 3.5 വർഷത്തിനിടെ 19.5 ലക്ഷം കണക്ഷൻ നൽകിയതായി മന്ത്രി റോഷി അഗസ്റ്റിൻ മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയായിരുന്നു. തദ്ദേശ വാർഡ് വിഭജന ബില്ലിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പുവച്ചു. ഇതുപ്രകാരം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും 1 വാർഡ് വീതം കൂടും. ചർച്ച കൂടാതെ പാസാക്കിയ ബില്ലിൽ ഒപ്പിടരുതെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആവശ്യം നിരാകരിച്ചാണ് ഗവർണർ ബില്ലിൽ ഒപ്പുവച്ചത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിനായി സംസ്ഥാന സർക്കാർ ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാനാണ് ചെയർമാൻ. അടുത്ത വർഷം ഡിസംബറിലാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്തിടെ അനുഭവപ്പെടുന്ന കാലാവസ്ഥാ മാറ്റങ്ങളിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ആശങ്ക രേഖപ്പെടുത്തി.
പരിസ്ഥിതി സംരക്ഷണത്തിനായി സർക്കാരും അന്താരാഷ്ട്ര സംഘടനകളും നടത്തുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കണമെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ ആഹ്വാനം ചെയ്തു. ഒഡീഷയിൽ ശ്രീമതി ദ്രൌപദി മുർമുവിന്റെ 4 ദിവസത്തെ സന്ദർശനം തുടരുകയാണ്. രാജ്യത്തെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും മധ്യമേഖലകളിലും അടുത്ത 4 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉത്തർപ്രദേശിൽ 6 ജില്ലകളിലായി 200-ലധികം ഗ്രാമങ്ങൾ വെള്ളപ്പൊക്ക ദുരിതം അനുഭവിക്കുകയാണ്. പ്രളയബാധിത പ്രദേശങ്ങളിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഇന്ന് അവധി നൽകി. പ്രളയബാധിത പ്രദേശങ്ങളിൽ ദുരിതാശ്വാസത്തിനും രക്ഷാപ്രവർത്തനത്തിനുമായി NDRF, SDRF എന്നിവയുടെ സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. വ്യോമസേനയും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അസമിൽ പ്രളയക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 72ആയി. വെള്ളപ്പൊക്കത്തിന് നേരിയ ശമനമുണ്ടായെങ്കിലും 27 ജില്ലകളിലായി 22 ലക്ഷത്തോളം പേർ ഇപ്പോഴും ദുരിതത്തിലാണ്. 49,000 ഹെക്ടർ പ്രദേശത്തെ കൃഷി നശിച്ചു. ദുരന്ത നിവാരണ സേനകൾ 218 പേരെ ഇന്നലെ രക്ഷപ്പെടുത്തി. ബ്രഹ്മപുത്ര നദിയിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഇപ്പോഴും അപകടകരമായ നിലയിൽ തുടരുകയാണ്. 50,000-ലേറെ പേർ 245 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നു. മുംബൈയിലും മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിലും അടുത്ത 2 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മുംബൈ നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. വിമാന സർവീസുകളെയും മഴ ബാധിച്ചു. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ സജ്ജരായിരിക്കാൻ സംസ്ഥാന ഏജൻസികൾക്ക് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ നിർദ്ദേശം നൽകി. മുംബൈയിലെ വിവിധ മേഖലകളിൽ ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, തമിഴ്നാട് തീരങ്ങളിൽ ശക്തമായ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. BJP ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ JP നഡ്ഡ ഇന്ന് BJP വിശാല സംസ്ഥാന നേതൃയോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. BJPയുടെ പഞ്ചായത്ത് ഏരിയ പ്രസിഡന്റുമാർ മുതൽ സംസ്ഥാന ഭാരവാഹികൾ വരെയുള്ള അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തോടനുബന്ധിച്ച് പാർട്ടിയെ ശക്തമാക്കാനുള്ള തുടർ പ്രവർത്തനങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളും യോഗത്തിൽ ചർച്ചയാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അറിയിച്ചു. യൂറോ കപ്പ് ഫുട്ബോളിലെ ആദ്യ ഫൈനലിസ്റ്റുകളെ ഇന്നറിയാം. രാത്രി 12:30 നടക്കുന്ന ആദ്യ സെമിയിൽ സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. മറ്റന്നാൾ നടക്കുന്ന രണ്ടാം സെമിയിൽ നെതർലാൻഡ്സ് ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. യൂറോപ്യൻ ഫുട്ബോളിലെ എക്കാലത്തെയും 4 വമ്പന്മാർ കലാശപ്പോരിനുള്ള യോഗ്യതയ്ക്കായി പൊരുതാനിറങ്ങുകയാണ്. ആദ്യ സെമിയിൽ ഇന്ന് രാത്രി സ്പെയിൻ ഫ്രാൻസ് പോരാട്ടം എല്ലാ പ്രവചനങ്ങൾക്കും അതീതമാണ്. നേർക്കുനേർ ബലാബല കണക്കുകളിൽ ചെറിയൊരു മേൽക്കൈ സ്പെയിൻ ഉണ്ടെങ്കിലും തുടർച്ചയായി 2 ലോകകപ്പ് ഫൈനൽ കളിച്ചതിന്റെ മികവിലാണ് ഫ്രാൻസ്. സൂപ്പർ താരം പെഡ്രിയും പ്രതിരോധ നിരയിലെ ഡാനിയും സ്പെയിൻ നിരയിൽ ഇല്ലാതാകുന്നത് അവർക്ക് വെല്ലുവിളി തന്നെയാണ്. കിലിയൻ എംപാപ്പെ അടക്കമുള്ള ഫ്രാൻസ് താരങ്ങൾ മൈതാനത്ത് നിറഞ്ഞു കളിക്കുന്നുണ്ടെങ്കിലും ഗോൾ കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. ജർമ്മനിയെ വീഴ്ത്തിയാണ് സ്പെയിൻ സെമിയിലെത്തുന്നത്. റൊണാൾഡോയുടെ പോർച്ചുഗലിനെ മടക്കിയാണ് ഫ്രാൻസിന്റെ വരവ്. രണ്ടാം സെമിയിൽ ഇംഗ്ലണ്ട് നെതർലാൻഡ്സ് പോരാട്ടം ലോക ഫുട്ബോളിലെ തന്നെ എണ്ണം പറഞ്ഞ മുഖാമുഖമായിരിക്കും. പൊരുതി കളിച്ച സ്വിറ്റ്സർലൻഡിനെ കഷ്ടിച്ച് പിന്തള്ളിയാണ് ഇംഗ്ലണ്ടിന്റെ മുന്നേറ്റമെങ്കിൽ ഇഞ്ചോടിഞ്ച് പൊരുതിയ തുർക്കിയെ വീഴ്ത്തിയാണ് ഡച്ച് പടയുടെ കുതിപ്പ്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തെ ലണ്ടൻ ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ ജേതാവ് ഗഗൻ നാരംഗ് നയിക്കുമെന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ PT ഉഷ അറിയിച്ചു. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ റൈഫിൾസ് വിഭാഗത്തിലെ വെങ്കല മെഡൽ ജേതാവാണ് ഗഗൻ നാരംഗ്. ഷെഫ് ഡി മിഷൻ സ്ഥാനത്ത് നിന്ന് ബോക്സർ മേരി കോം ഒഴിഞ്ഞ സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് IOA അധ്യക്ഷ അറിയിച്ചു. ബാഡ്മിന്റൺ താരം PV സിന്ധുവും ടേബിൾ ടെന്നീസ് താരം A. ശരത് കമലും ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തും. പാരീസ് ഒളിമ്പിക്സിൽ രാജ്യത്തിനുവേണ്ടി മികച്ച നേട്ടം കൈവരിക്കാൻ ഇന്ത്യൻ കായിക താരങ്ങൾക്ക് കഴിയുമെന്ന് ശ്രീമതി PT ഉഷ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വിംബിൾഡൺ പുരുഷ സിംഗിൾസിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ് അമേരിക്കയുടെ ടൈലർ ഫ്രിറ്റ്സിനോട് പരാജയപ്പെട്ടതിനെ തുടർന്ന് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഡാനിഷ് താരം ഹോൾഗർ റൂനെയെ പരാജയപ്പെടുത്തി സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ച് ക്വാർട്ടർ ഫൈനലിൽ കടന്നു. വനിതാ സിംഗിൾസിൽ മുൻ ചാമ്പ്യൻ എലേന റിബക്കീന, എലീന സ്വിറ്റോലിന, യെലേന ഒസ്റ്റപെങ്കോ എന്നിവർ ക്വാർട്ടർ ഫൈനലിലെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ ഏറെ പ്രതീക്ഷയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര സർക്കാരിനോടും ദേശീയ പരീക്ഷാ ഏജൻസിയോടും റിപ്പോർട്ട് തേടി സുപ്രീംകോടതി. ജമ്മുകശ്മീരിൽ ഭീകരാക്രമണത്തിൽ 5 സൈനികർക്ക് വീരമൃത്യു. തദ്ദേശ വാർഡ് വിഭജന ബില്ലിൽ ഒപ്പുവെച്ച് കേരള ഗവർണർ. മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും അതിതീവ്ര മഴ, അസമിലും പ്രളയക്കെടുതി തുടരുന്നു. പാരീസ് ഒളിമ്പിക്സിൽ PV സിന്ധുവും ശരത് കമലും ഇന്ത്യൻ പതാകയേന്തും. ഇന്ത്യൻ സംഘത്തെ ഷൂട്ടിംഗ് താരം ഗഗൻ നരംഗ് നയിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.